ഞാൻ നിങ്ങളോട് പോകരുതെന്നും പോകണമെന്നും ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഒന്നും പറഞ്ഞില്ല. പണ്ടൊരു സ്ഥലത്ത് ഒരു സ്വാമിജി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ്. അവിടെ 10-200 പേരിരിക്കുന്ന ഒരു ഹാളാണ്. അപ്പൊ സ്വാമിജി പറഞ്ഞു, ഭക്ഷണത്തിന് 3 ദോഷങ്ങളുണ്ട്. 1 ജാതി ദോഷം, 2 ആശ്രയദോഷം, 3 നിമിത്ത ദോഷം. ലോകത്തിലെ ഏറ്റവും ദോഷം കുറഞ്ഞ ഭക്ഷണം അമ്മയുണ്ടാക്കി തരുന്നതാണ്. കാരണം അതിന് ആശ്രയദോഷം അല്പം പോലുമില്ല. കാരണം ഒരു അമ്മ തന്റെ കുഞ്ഞിന് എന്ത് ഉണ്ടാക്കുമ്പോഴും അതിന് തൊട്ടു മുമ്പ് ആ അമ്മയെ കുത്തിന് പിടിച്ച് ആ മകൻ ഇടിച്ചവനായിരുന്നാൽ കൂടി എന്റെ കുഞ്ഞ് നന്നാകണം എന്നോർത്തല്ലാതെ ആ അരിയെടുത്ത് അടുപ്പയിലിടുകയോ വേവിക്കുകയോ വിളമ്പുകയോ ചെയ്യില്ല. ഭാര്യയായിരുന്നാൽ നിങ്ങൾ വാങ്ങിക്കൊടുത്തതൊക്കെ സന്തോഷിപ്പിച്ച് നിർത്തിയിട്ട് മേടിച്ച് കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവും, അല്ലെ ഗ്യാസ് ഉണ്ടാവും. പതിവായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ട് വേണം ആഹാരം ഭാര്യയിൽ നിന്ന് വാങ്ങിക്കഴിക്കാൻ. അല്ലാതെ കഴിക്കുന്നവനൊക്കെ രോഗിയാണ്. കാരണം അതൊരു ബന്ധം അങ്ങനെയാണ്. മക്കളായാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഹോട്ടലായാൽ പറയുകയും വേണ്ട, അവിടെ ഈ ദോഷങ്ങൾ 3 സജീവമായി. തർക്കമില്ല. ഇതൊക്കെ സ്വാമിജി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനായിട്ടിട്ട് ചോദിച്ചു, എനിക്ക് ജോലി വെളിയിലാണെങ്കിൽ കൂടെ വന്നു നിൽക്കാൻ ഭാര്യയ്ക്ക് പറ്റിയില്ലെങ്കിൽ അപ്പോൾ ഞാൻ ഹോട്ടലിനെ അല്ലാതെ എന്തിനെയാണ് ആശ്രയിക്കുക? ഇതുപോലാണ് ചോദ്യം. അത് ഈ പത്രക്കാരുടെ സന്നിവേശം കൂടുതലാവുമ്പോൾ ജീവിതത്തിൽ ഒരു കാര്യവും നമ്മുടെ നിലയിൽ ചെയ്തു നോക്കിയിട്ട് അത് അങ്ങനെയല്ലാതെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് പ്രായോഗികമായി അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ മനസ്സ് നേരത്തെ തന്നെ നമ്മൾ നാമം ജപിക്കാനിരിക്കുമ്പോൾ വേറൊരാൾ വരുമെന്നും അയാൾ അത്യാവശ്യക്കാരനായിരിക്കുമെന്നും അപ്പോൾ അതാണോ ഇതാണോ ചെയ്യേണ്ടതെന്നും ഒക്കെ ഇരുന്ന് നോക്കുന്നതിന് മുമ്പേ ചിന്തിക്കാൻ, ആ നേരത്ത് മാത്രമേ നമ്മളെ കാണാൻ ഈ അത്യാവശ്യക്കാരൻ വരാവൂ എന്ന് നേരത്തെ തീരുമാനിക്കുന്നത് നാമം ജപിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കില്ലേ? ഇരുന്ന് നോക്കിയില്ലല്ലോ. ഇങ്ങനത്തെ ചോദ്യം നമുക്കുള്ളത് അല്ലേ? ജീവിതം മുഴുവൻ നമുക്ക് ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത് എന്ന് നമുക്കൊരു നിർബന്ധമുള്ളത് പോലെയാണ്. സിനോ ആ അനുഭവം നമ്മൾ നേരത്തെ നമ്മൾ സങ്കല്പിക്കുന്നുകൊണ്ടാണ്. മറിച്ച് ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ വേളകളിൽ അത് കഴിയുന്നതുവരെ ആരും വരില്ല. അത് കഴിഞ്ഞേ എത്തൂ. വരില്ല. സ്ഥിരതയില്ലായ്മ എന്ന് പറയുന്നത് കടന്ന കഴിയ അല്ല, ഞാൻ കുറച്ച് കടന്ന കഴിയാ. ഈ പ്രയോഗമൊക്കെ നിങ്ങൾ പ്രയോഗിക്കുമ്പോ തമ്മില് കാര്യം അടുക്കിയിരുന്ന് കപ്പ നിന്നപ്പം നിങ്ങളെക്കാൾ ഒരു വർഷം കൂടുതൽ കഴിച്ചു എന്നോർത്ത് നിങ്ങൾ ഈ പ്രയോഗം അടുപ്പിച്ച് പ്രയോഗിക്കുന്നത്. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് എന്തെല്ലാം ഉദാഹരണങ്ങൾ പറഞ്ഞാലും ഒന്ന്, നമ്മുടെ ആധ്യാത്മികമായ സാധനാക്രമങ്ങളും അന്വേഷണങ്ങളും നമ്മുടെ വായ്ത്താരിക്കപ്പുറം സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ സന്നിവേശിച്ച് രൂപാന്തരപ്പെടുന്നില്ല. മറ്റൊരു ജീവനെ കാണുമ്പോൾ അത് ഞാൻ തന്നെയാണെന്നും അത് ബഹുമാന ഭാവങ്ങളോടെ കാണണമെന്നും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാം അറിയാതെ അഭിവാദനം ചെയ്യാൻ, ഒന്നും അറിയാതെ കൈയറിയാതെ കുപ്പാൻ,
അയാൾക്ക് എന്താണാവൂ ഞാൻ ചെയ്തു കൊടുക്കേണ്ടത് എന്ന് വിനയാന്വിതമായി ചിന്തിക്കാൻ എന്നെക്കൊണ്ട് എന്ത് ഉദ്ദേശിച്ചാണ് ആ ജീവൻ എന്റെ അടുത്തെത്തിയിരിക്കുന്നത് എന്ന് ആലോചിക്കാൻ കുറഞ്ഞ പക്ഷം എന്റെ സാമീപ്യം അവൻ അലോസരമാകാതെയും എന്റെ വാക്കുകൾ അവന് വേദനാപൂർവകമാകാതെയും എന്റെ പെരുമാറ്റ വിശേഷങ്ങൾ അവന്റെ ലൗകിക വാസനകളെ താൽക്കാലികമായെങ്കിലും വിടുവാൻ പ്രേരിപ്പിക്കുന്ന വിധവും ആയിത്തീരാവുന്ന വിധത്തിൽ എന്റെയും നിങ്ങളുടെയും ആധ്യാത്മിക ചോദന സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ വളർന്നു കഴിഞ്ഞാൽ മാത്രമേ നാം ആധ്യാത്മിക നഭോമണ്ഡലത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അർത്ഥമുള്ളൂ. നിങ്ങളിൽ ഓരോ ഭർത്താവും, നിങ്ങളിൽ ഓരോ ഭാര്യയും, നിങ്ങളിൽ ഓരോ മകളും ഓരോ മകനും നിങ്ങളുടെ താവളങ്ങളിലേക്ക് ഒരാധ്യാത്മിക ക്യാമ്പോ ഒരാധ്യാത്മിക പരിപാടിയോ ഒരാധ്യാത്മിക സർജനമോ ഒരാധ്യാത്മിക ചിന്തയോ കഴിഞ്ഞെത്തുമ്പോൾ നിങ്ങളുടെ സാമീപ്യം, നിങ്ങളുടെ ഉണർവ്, നിങ്ങളുടെ ജീവിതക്രമം അവയുമായി സമ്പർക്കം പുലർത്തുമ്പോഴെല്ലാം എന്തെന്നില്ലാത്തൊരു ഉന്മേഷവും ഉണർവും നിങ്ങളുടെ ഭാര്യയ്ക്ക്, നിങ്ങളുടെ ഭർത്താവിന്, നിങ്ങളുടെ മകൾക്ക്, നിങ്ങളുടെ അച്ഛന്, നിങ്ങളുടെ അമ്മയ്ക്ക്, നിങ്ങളുടെ പരിചയക്കാർക്ക്, നിങ്ങളുടെ ബന്ധുജനങ്ങൾക്ക് നിങ്ങളും അവരും അറിയാതെ ഉണ്ടാകുന്നു എങ്കിൽ നിങ്ങളിൽ ഏതോ ഒരു ആധ്യാത്മികതയുടെ ആവിർഭാവം തുടങ്ങിയെന്ന് ഉറച്ചു വിശ്വസിക്കാം. നിങ്ങൾ ആധ്യാത്മികമായ നഭോമണ്ഡലത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ സാമീപ്യം, നിങ്ങളുടെ സമ്പർക്കം ഇവയുണ്ടാകുന്നൊരു വേളയിൽ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മകൾ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ ബന്ധുജനങ്ങൾ, നിങ്ങളുടെ പരിചയക്കാർ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, അവർ കൈക്കൂലിക്കാരാകട്ടെ, കരിഞ്ചന്തക്കാരാകട്ടെ, വെള്ളമടിക്കുന്നവരാകട്ടെ, കൊള്ളുകില്ലാത്തവരാകട്ടെ, ഏത് തരക്കാരുമാകട്ടെ, നിങ്ങളുടെ സാമീപ്യമോ സമ്പർക്കമോ ഉണ്ടാകുന്ന വേളയിൽ അവരുടെ ലൗകിക വിഷയ വികാരങ്ങളെല്ലാം മാറി നിന്ന് എന്തെന്നില്ലാത്തൊരു ഉണർവും ഉന്മേഷവും ആനന്ദവും അതുകൊണ്ട് സത്യവും ധർമ്മവും നീതിയും അവരിൽ ഉൽപ്പന്നമാകുന്നു എങ്കിൽ നിങ്ങളുടെ ആധ്യാത്മികതയുടെ ഈടുവയ്പിൽ നിങ്ങൾ കുറച്ച് വിശ്വസിക്കാം. ഇത് മാത്രമാണ് ആധ്യാത്മികത. ധാരാളം. പക്ഷെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് ചെറിയ ആധ്യാത്മിക സർജനം ഉണ്ടെങ്കിൽ ഈവൻ മൃഗങ്ങൾക്ക് വരെ നമ്മുടെ സാമീപ്യത്തിലെ ആനന്ദം പ്രകടമാവും, സസ്യങ്ങൾക്ക് പ്രകടമാവും. നാം അറിയാതെ നടന്നു പോകുമ്പോൾ തഴച്ചു വളർന്നു നിൽക്കുന്ന പ്രയോജനപ്രദമായ ഒരു ചെടിയുടെ ചോട് ചവിട്ടിയൊടിച്ചോ അതിന്റെ തലനുള്ളിയോ ആണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മുടെ അബോധത്തിൽ ഹിംസയുടെയും വിഷയ ലോകങ്ങളുടെയും എത്ര തീഷ്ണ വികാരങ്ങളായിരിക്കും ഉണ്ടാവുക. നല്ലതുപോലെ വൈറ്റ് വാഷ് ചെയ്തൊരു പ്രതലത്തിനടുക്കൽ മണ്ണിൽ ചവിട്ടിയിട്ട് വന്ന് നിൽക്കുന്ന നമ്മൾ ആ കാലെടുത്ത് അതിലേക്ക് പതിപ്പിച്ചു വെക്കുമ്പോൾ അറിയാതെ ആ കാലുകൾ അതിനെ വൃത്തിഹീനങ്ങളാക്കുന്ന വിധത്തിലാണ് നമ്മുടെ പെരുമാറ്റം നമ്മുടെ അബോധത്തിൽ രേഖപ്പെടുത്തിയതെങ്കിൽ ബോധത്തിലേക്കാൾ എത്ര കർക്കശമാണ് നമ്മുടെ അബോധം. നാം സഞ്ചരിക്കുന്ന ബസ്സിലിരിക്കുന്ന സീറ്റിൽ ഇരുന്നു കൊണ്ട്
നഖം കൊണ്ട് ആ സീറ്റ് പതുക്കെ കീറി ആരുടെ ബസ്സുമാവട്ടെ അതിനകത്തെ സ്പോഞ്ച് പതുക്കെ പതുക്കെ ഞെക്കി കുറേശ്ശെ പുറത്തിടാൻ പാകത്തിനാക്കിയിട്ടാണ് നാം ഇറങ്ങിപ്പോരുന്നതെങ്കിൽ എന്ത് ആധ്യാത്മിക സർജനമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. ഭക്ഷണം കഴിക്കാൻ ഞാനും നിങ്ങളും ഒരു ഹോട്ടലിൽ കയറി ഇഷ്ടം പോലെ ഭക്ഷണം തരുന്ന ഹോട്ടലിൽ നിന്ന് പൈസ നേരത്തെ കൊടുത്ത് കയറിയിരുന്നുണ്ണുമ്പോൾ 25 രൂപ കൊടുത്തതാണ് എന്നുള്ളൊരു കണക്ക് മനസ്സിലോർത്ത് വയറ് നിറച്ചുണ്ട് കഴിഞ്ഞ് ഇലയിലേക്ക് വീണ്ടും ചോറും കൂട്ടാനുകളും വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തൈരവിടെ ഇരിക്കുന്നത് അതിനകത്തേക്ക് ആ അച്ചാറിൽ കൈമുക്കി അതൊന്ന് ഇളക്കിയും വെച്ച് ബാക്കിയൊക്കെ കൂടെ സാമ്പാറും ഒക്കെ ഒഴിച്ച് കുഴച്ചു വെച്ച് ഇലമടക്കി എഴുന്നേറ്റ് പോരുമ്പോൾ നമ്മുടെ 25 രൂപ ഒപ്പിച്ചു എന്ന ലാഭമാണ് തോന്നുന്നതെങ്കിൽ എന്തിനീ നാമം ജപിക്കണം? ഞാൻ 1000 ഓർമ്മയുടെ ഹോട്ടലുകളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അതിൽ കുഴച്ചതെല്ലാം എന്നെ കയറി ആക്രമിക്കുന്നുണ്ടാവും. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ലോ, ഞാൻ എന്നെ ഉദ്ദേശിച്ചു. നിങ്ങൾ നിങ്ങളെ ഉദ്ദേശിച്ച് കേൾക്കുന്നു, അതെന്റെ കുറ്റം. നിങ്ങൾ നിങ്ങളെ ഉദ്ദേശിച്ച് കേൾക്കുന്നു, ഞാൻ എന്നെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അങ്ങനെയേ പറയാനാവൂ. അപ്പൊ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതക്രമങ്ങളുടെ ഓരോ അംശങ്ങളും നാം കൊണ്ടുപോകുമ്പോൾ നിയതമായൊരു അച്ചടക്കവും നിരുപദ്രവകരമായ ഒരു സൗഖ്യവും നിതാന്തമായ ഒരു ജാഗ്രതയും ആധ്യാത്മിക സർജനത്തിന്റെ ഊടും പാവുമാണ്. അത് വിനയാന്വിതമാണ്. അത് സമസൃഷ്ടങ്ങളെ സമമായി കാണുന്നതാണ്. അതാണ് കൈവരേണ്ടത്. കൈവരുന്നില്ലെങ്കിൽ വിഷയലോലുപത്വം നമ്മുടെ കാരണ ശരീരത്തിന്റെ അന്തസ്ഥ തലങ്ങൾ വരെ പുലുകി നിൽക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ഒന്നും നഷ്ടപ്പെടുത്താതെ, ഒന്നിനെയും ധിക്കരിക്കാതെ, ഒന്നിനോടും എതിരിടാതെ സഞ്ചരിക്കാവുന്ന സ്വച്ഛന്തവും സുഭഗവുമായ ഒരു വഴിയാണ് ആധ്യാത്മികതയുടെ വഴി. ഭൗതികതയിൽ ഏറ്റുമുട്ടലുകളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാവാം. കാമം ക്രോധത്തിന്റെ മാതാവാണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്ഥൂല ശരീര താതാത്മ്യം, സൂക്ഷ്മ ശരീര താതാത്മ്യം, കാരണ ശരീര താതാത്മ്യം എന്ന 3 താതാത്മ്യങ്ങളും വിഷയത്തിലാണ് സംഭവിക്കുന്നത്. ഇതൊന്ന് മാറ്റണം. വിഷയങ്ങളെ ഗൗണമായി, ആത്മനിഷ്ഠയെ മുഖ്യമായും കരുതി ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിലേക്ക് ആത്മനിഷ്ഠയെ കൊണ്ടുപോകണം. അതാ ഇതിന്റെ പരിഹാരം. ഓരോ സാധനയും ശ്രദ്ധാപൂർവവും വിഷയവാസനയെ ഉല്ലംഘിക്കുമാറ് തജ്ജന്യവാസനയെ ഉണ്ടാക്കുന്നതുമാക്കി ചെയ്യണം. വിഷയത്തെ മുഖ്യമാക്കിക്കൊണ്ട് സാധനകളെ കൊണ്ടുപോകരുത്.
ഇതുകൊണ്ടാണ് ആധ്യാത്മിക സാധനയുടെ ലോകങ്ങളിൽ സ്വനിർമ്മിതമായൊരു ദാരിദ്ര്യത്തെ പ്രാചീനർ വച്ചത്. ദാരിദ്ര്യം ആരും അടിച്ചേൽപ്പിച്ചതല്ല. കത്തോലിസിസത്തിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എടുക്കുമ്പോൾ ബ്രഹ്മചര്യവും അച്ചടക്കവും ദാരിദ്ര്യവും നിർബന്ധമായിരുന്നു. കത്തോലിസിസം എന്ന് പറഞ്ഞാൽ അറിയുമോ എന്നറിയില്ല. കത്തോലിക്ക പ്രീസ്റ്റിനെ കണ്ടിട്ടുണ്ടാവൂ, കന്യാസ്ത്രീകളെ അച്ഛന്മാരെ. ഒരു 15 കൊല്ലം മുമ്പ് അവരുടെ നിയമ സംഹിത എന്ന് പറയുന്നത് നിർബന്ധമായ ബ്രഹ്മചര്യം. ഇപ്പൊ അവർ സമരം ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനെതിരായിട്ട്. ഏതാണ്ട് മിക്കവാറും 10 കൊല്ലത്തിനുള്ളിൽ അനുവദിക്കുമെന്ന് തോന്നുന്നു. അത് മറ്റു കോൺഗ്രിഗേഷൻസ് ആണ്, കത്തോലിസത്തിലില്ല. കത്തോലിസത്തിൽ നിർബന്ധ ബ്രഹ്മചര്യം ഇന്നുമുണ്ട്. നിർബന്ധമുണ്ട്, ബ്രഹ്മചര്യം ഉണ്ടോന്നറിയില്ല. കാരണം അത് നമുക്ക് പുറത്തറിയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. നിർബന്ധമുണ്ട് എന്നുള്ള കാര്യം പുറത്തറിയാവുന്ന. അപ്പോ ബ്രഹ്മചര്യത്തിന്റെ നിർബന്ധം, അച്ചടക്കത്തിന്റെ നിർബന്ധം, സ്വനിർമ്മിതമായ ഒരു അച്ചടക്കത്തിൽ മാത്രമേ ആധ്യാത്മികത ഉണരൂ. ആ പ്രാചീനമായ കൺസെപ്റ്റാണ് ഇന്നലെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ എനിക്ക് അറിയില്ല എന്ന് പറയേണ്ടി വന്നു. ഞാൻ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് അറിയാൻ പറ്റില്ല എന്ന് പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. എന്റെ മനസ്സിന്റെ ഭാവങ്ങൾ അതിനെ വരുന്ന തലങ്ങളിൽ പുറത്തേക്ക് വിടുമ്പോൾ, ശബ്ദമോ സ്പർശമോ രൂപമോ രസമോ ഗന്ധമോ ഉൾക്കൊള്ളുന്ന വിഷയലോകങ്ങളെ പുറത്തേക്കുണ്ടാക്കുമ്പോൾ, വിഷയങ്ങൾ കൂടുതൽ ശക്തിയിൽ എന്നിൽ രേഖപ്പെടുത്തുകയാണോ വിഷയങ്ങൾ ഒഴിഞ്ഞു പോവുകയാണോ എന്ന കാര്യം സംശയാസ്പദമാണ്. ആചാര്യന്മാരിൽ ഉത്തമന്മാരായ ചിലതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. സർവോത്തമനായ രമണ മഹർഷി വിഷയങ്ങളെ അനുഭവിച്ചു തീർക്കാമെന്ന വ്യാമോഹം പെട്രോൾ ഒഴിച്ച് തീയിടുന്ന പോലാണ്. തീകടും പെട്രോൾ ഒഴിച്ചാൽ ഒരു വീപ്പ പെട്രോൾ ഒന്നിച്ചൊരു തിരിയുടെ പൊക്കത്തിലേക്ക് ഒഴിച്ചാൽ കെട്ടുപോകും, ഇല്ലേ? കെട്ടുകല്ലേ? കെടുകയില്ല. ഇത് പെട്രോളാ, മണ്ണെണ്ണയല്ല. അത് നിങ്ങൾ പറയുമെന്നറിയാം. അതിനെ ഞാൻ ആ ഉദാഹരണം അങ്ങനെ തന്നെ പറഞ്ഞത്. ഇത് പെട്രോളാ, അവൻ ഒന്നിച്ചൊഴിച്ചാലല്ല എങ്ങനെ ഒഴിച്ചാലും കെടുകയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പെട്രോൾ കൊണ്ടുള്ള തീ എടുത്താൽ പെട്രോൾ മതിയാകുമായിരുന്നില്ലേ? മണ്ണെണ്ണ കിടും, ക്രൂഡ് ഓയിലും കിടും, വെളിച്ചെണ്ണയും കിടും. അതൊക്കെ എണ്ണ വലിച്ചകത്തുന്നത്. പന്തമായിരുന്നാൽ പോലും എണ്ണ ഒഴിച്ച് കെടുത്താം. എണ്ണ ഒഴിച്ചാ പന്തം കെടുത്തുന്നത്. കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ തെയ്യത്തിലൊക്കെ എണ്ണ ഒഴിച്ചാ പന്തം കെടുത്തുന്നത്. നല്ലപോലെ കത്തണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒരക്കത്തുനിന്ന് ഒഴിച്ച് പിന്നെ അങ്ങോട്ട് തീ പിടിക്കുമ്പോൾ ഈ അക്കത്തൊഴിച്ച് അങ്ങനെയാ പന്തം എണ്ണ ഒഴിക്കുന്നത്. തെയ്യത്തിനൊക്കെ കണ്ടിട്ടില്ല തീവെട്ടിയും പന്തമൊക്കെ. അതിനിടയിൽ ആ ചിരട്ട കൊണ്ട് ആ തവി കൊണ്ട് പതുക്കൊന്ന് ചിരണ്ടി കൊടുക്കും നന്നായിട്ട് കത്താൻ, ആ കരിയൊന്ന് പോവാൻ. തെയ്യത്തിന് പന്തത്തിന് തീ ഒഴിക്കാൻ എണ്ണ ഒഴിക്കാനും പോയിട്ടില്ല. എന്തൊരു ജന്മം ദൈവം! എന്റെ ഈ തെയ്യക്കൂലൊക്കെ ഞാനേ കണ്ടിട്ടുള്ളൂ, നിങ്ങൾ കണ്ടില്ല. അപ്പോ പെട്രോൾ ഒഴിച്ച് തീ കെടുത്തുന്നത് പോലെയാണ് വിഷയങ്ങളെ അനുഭവിക്കുന്ന സങ്കല്പങ്ങൾ കൊണ്ടും വിഷയ അനുഭവങ്ങൾ കൊണ്ടും വിഷയങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന് മഹർഷി രമണൻ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ വിഷയത്തിലും അതിന്റെ അനുഭവ വേളയിൽ അപൂർണതയുടെ അംശമുണ്ട്. അതില്ലെങ്കിൽ
ഒരു ധർമ്മപുത്രനെ കൊണ്ട് മറ്റു പോസിറ്റീവ് റെമഡികളില്ലാതെ ജനസംഖ്യ നിയന്ത്രിതമാകുമായിരുന്നല്ലോ. ചോദ്യം മനസ്സിലായില്ല. അതിനേക്കാൾ ഉദാഹരണം എളുപ്പം വേറെയില്ല. 1947 30 കോടി ജനങ്ങളുണ്ടായിരുന്ന ഈ രാജ്യത്ത് 1947 ശേഷമുള്ള ശാസ്ത്ര പുരോഗതിയും ശാസ്ത്രീയ ജീവിത മാർഗങ്ങളും അശാസ്ത്രീയങ്ങളും അന്ധവിശ്വാസങ്ങൾ കലർന്നതുമായ ജീവിതക്രമങ്ങളിലെ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലങ്ങളിൽ 47 രാഷ്ട്രം കൈമാറുമ്പോൾ 30 കോടി ജനങ്ങൾ ഉണ്ടായിരുന്നത് ഫാമിലി പ്ലാനിങ്ങും എണ്ണമറ്റ പോസിറ്റീവ് റെമഡികളുടെ ലാറ്റസ്റ്റ് കമ്പനികളും രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു 100 കോടി 10 ലക്ഷത്തിലപ്പുറത്തേക്ക് ഇത് വികസിച്ച് വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത്. പെട്രോൾ ഒഴിച്ച് തീകെടുത്താൻ പറ്റില്ല എന്നതിന്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമല്ലേ. ശങ്കരാചാര്യരുടെ കാലത്ത് അദ്ദേഹം വയസ്സികതയെ കാമവികാര എന്ന് ചോദിച്ചുവെങ്കിൽ എല്ലാ വയസ്സനും വയസ്സിയും ഇന്ന് ഡൈയും ചെയ്ത് തിരക്കുള്ള ബസ്സിൽ നേരത്തെ കയറുന്നത് കാണുമ്പോൾ ശങ്കരാചാര്യർക്ക് തെറ്റിയോ എന്ന് പോലും ഞാൻ പറഞ്ഞൊരു അടിക്കുറിപ്പ് കൂടെ ആയതുകൊണ്ട്. അധികാരത്തിന്റെ കാമനയും വിഷയലോലുപത്വവും എല്ലാം വിഷയകാമനകളിലൂടെ സഞ്ചരിച്ചു വാർദ്ധക്യത്തിൽ കൂടുന്നതായാണ് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങൾ തെളിയിക്കുന്നത്. ഒരു പ്രാവശ്യം ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലായാൽ മറ്റൊരുത്തനെ ഏൽപ്പിച്ചു പോകാൻ എളുപ്പമാണെങ്കിൽ ഇരുന്നിടത്തുനിന്നിറങ്ങാൻ ആരും വിഷയലോകങ്ങളിൽ തൽപരരല്ലെന്ന് കാണുമ്പോൾ വിഷയം അനുഭവം കൊണ്ട് തീരുന്നില്ല എന്ന് സ്പഷ്ടമല്ലേ. പത്ത് പ്രാവശ്യം നിന്നവൻ 11ാമത്തെ പ്രാവശ്യം നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ ഉടക്കുണ്ടാക്കുകയും വേറെ പ്രസ്ഥാനം രൂപീകരിക്കുകയും ചെയ്യുന്ന രാജ്യത്ത് കാമം അനുഭവം കൊണ്ട് തീരില്ലെന്ന് പഠിപ്പിക്കാൻ വേറെ ഉദാഹരണം വല്ലതും വേണോ? നിങ്ങളുടെ MLA-മാരെയും MP-മാരെയും ലോക്കൽ കമ്മിറ്റികളെയും ചോട്ടാ നേതാക്കന്മാരെയും ബഡാ നേതാക്കന്മാരെയും ഒക്കെ ഒന്നിച്ചു വെച്ച് നോക്കിയാൽ ആർക്കാണ് മനസ്സിലാവില്ലാത്തത് കാമം എന്നത് അനുഭവിച്ചാൽ തീരില്ല എന്ന്? എന്നിട്ടും ആധുനിക ആധ്യാത്മിക വ്യവസായികൾ ഭംഗിയുള്ള ഭാഷയിൽ നിങ്ങളുടെ കാമം എങ്ങനെയും അനുഭവിക്കൂ, എന്നിട്ട് അതിൽ നിന്ന് മോചനം നേടൂ എന്ന് പറയുന്നത് സത്യമായിരിക്കുമോ? അനുഭവിക്കും തോറും കാമത്തിലുള്ള വാസന സൂക്ഷ്മവും കാരണവുമായി വർദ്ധിക്കില്ലേ? സംശയമല്ലേ ഉള്ളൂ. സാരേ, സംശയം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഉദ്ദേശിച്ചുള്ളൂ. സംശയമുണ്ടല്ലോ ആയിരിക്കണം. ആധ്യാത്മിക രംഗത്ത് തന്നെ അവർ നിന്നിട്ട് കേസാണ് എല്ലാ ആശ്രമങ്ങളിലും. ഇനി രാഷ്ട്രീയ മണ്ഡലത്തിലും കൂടെ അവരെ കയറ്റി കുളമാക്കണം. ഞാൻ ക്ലീൻ ഷേവിലാണ് വന്നിരിക്കുന്നതെങ്കിൽ എന്നെക്കാൾ മുഖശ്രീയുള്ള എന്റെ ഒരു ശിഷ്യൻ ക്ലീൻ ഷേവിലെത്തിയാൽ നാളെ മുതൽ അവന് വാണിംഗ് കൊടുത്ത് നീ ക്ലീൻ ഷേവിൽ എത്തിക്കൂടാ എന്ന് പറയുന്നിടത്താണ് ഞങ്ങൾ തമ്മിലുള്ള ആധ്യാത്മികത പോലും.
കാരണം അവനെ നിങ്ങൾ കണ്ട് അവന്റെ സൗന്ദര്യത്തിൽ നിങ്ങൾ ആകൃഷ്ടരായാൽ എനിക്കുള്ള സ്ഥാനമാനങ്ങൾ കുറയും എന്നൊരു ബോധം, ഭൗതികമായ എന്റെ മുഖശ്രീയിലാണ് എന്റെ ആധ്യാത്മികത എന്ന ധാരണ. അതിന് നിയമമുണ്ടാക്കുമ്പോൾ അവൻ ബ്രഹ്മചാരി ആണെങ്കിലും അല്ലെങ്കിൽ എന്റെ കൂടെ വന്ന് ചേരുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട് എങ്കിൽ അതുള്ളവരെല്ലാം തൽക്കാലം ക്ലീൻ ഷേവ് വേണ്ട എന്നായിരിക്കും. അതൊക്കെ സൂത്രത്തിൽ കണ്ടുപിടിക്കാൻ എനിക്ക് സെക്രട്ടറിമാരും കാണും. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇത്ര ശ്രദ്ധാപൂർവമാണ് ഞാൻ എന്റെ മാനേജ്മെന്റ് നിർവഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെപ്പോലുള്ളവർ ഈ രാഷ്ട്രീയത്തിലും കൂടെ ചെന്നാൽ ഇപ്പോ ഉള്ളതിനേക്കാൾ കുളമാകുകയില്ലേ? എവിടെയാണ് ഈ ആന്തരികമായ വികാരങ്ങൾ വെന്റൗട്ട് ചെയ്യുന്നത്? ഓരോ വികാരവും മനസ്സിലുദിക്കുമ്പോഴും കാമം, സങ്കല്പം, കർമ്മം എന്ന നിലയിലേക്ക് പൊട്ടിവിടരുമ്പോഴും ആ കർമ്മങ്ങളിൽ 1000 കർമ്മങ്ങളുടെ ബീജം ആഗന്തുകമായി ഉണ്ടാവുകയാണോ, അതല്ല കർമ്മം അവിടെ വെച്ച് തീരുകയാണോ? കിടക്കാനൊരു വീടെന്ന സങ്കല്പം മാത്രമായി തുടങ്ങിയ വീട് പ്ലാനും വരച്ച് പണി തുടങ്ങുമ്പോഴേക്ക് അതിനു വേണ്ട അനുബന്ധങ്ങളുടെ എണ്ണം കൂടുമ്പോൾ കടം ബാങ്കിൽ നിന്ന് എടുക്കുമോ? പരിചയക്കാരോട് വാങ്ങുമോ? അനുബന്ധങ്ങൾ കൂടി വരുമ്പോൾ കയറിക്കിടക്കുക എന്നുള്ളതിനപ്പുറം അന്യരെ അത്ഭുതപ്പെടുത്തുക എന്നുള്ളതിലേക്ക് അത് വികസിക്കുമോ? എനിക്ക് കയറിക്കിടക്കാനുള്ള വീട് എന്ന വികാരം കർമ്മമായി രൂപാന്തരപ്പെട്ട് വീടായി തീരുകയല്ല, അനുബന്ധങ്ങളായി വികസിച്ച് കടങ്ങളും കടത്തിന്മേൽ കടങ്ങളും അതടയ്ക്കാനുള്ള ഭാവങ്ങളുമായി വീണ്ടും വികസിച്ചു വരുമ്പോൾ ഒടുങ്ങാത്ത സമസ്യയിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിക്കുക മാത്രമല്ലേ? എവിടെയാണ് അത്? പുറകെയാണ്. ഇത് ശരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞു മതിയല്ലോ പരിഹാരം. ഇതുവരെ ഇതല്ല ശരി, ഇതൊക്കെ ഇങ്ങനെ കുഴപ്പമില്ലാതെ പോകുമെന്ന് വിശ്വസിച്ച് കുറെ ഓടിയല്ലോ. എനിക്ക് കുറെ പണികൾ കാണിച്ചല്ലോ, കുറെ പറ്റിച്ചല്ലോ. മറ്റുള്ളവരെയല്ല, നമ്മളെ. വേറെ ആരെയും നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. അങ്ങനെ ധരിച്ചിട്ടുണ്ട തെറ്റി. ഞാനിവിടെ ശീർഷാസനത്തിൽ ഇരുന്നാൽ അത് കണ്ടിട്ട് പോകുന്നവൻ മുകളിലിട്ട് കയറി പോകുമ്പോഴത്തേക്കോ ഇപ്പോഴാ അയാൾ ഇതാ നിൽക്കുന്നത്, നമ്മളെ കാണിക്കാനാടാ. അവനെ പറ്റിക്കാനൊന്നും പറ്റില്ല, അവൻ നമ്മളെക്കാൾ വലിയവനാ. മനസ്സിലായില്ലേ? രാവിലെ ഞാൻ എന്റെ സുഹൃത്ത് വിളിച്ച് പ്രോഗ്രാമിന് വന്ന് അയാൾ വന്നിരിക്കുന്ന വീട്ടിനകത്ത് കുടിക്കാൻ കയറുന്നതിന് മുമ്പ് ആദ്യത്തെ ഭാവമായിരുന്നു കുറെ ജപവും കാര്യമൊക്കെ ചെയ്ത്, പിന്നെ കുളിച്ചിട്ട് വന്ന് ജപമായി, പിന്നെ ശീർഷാസനത്തിൽ നിൽക്കുകയായി ഒക്കെ ചെയ്യുമ്പോൾ അയാള് പതുക്കെ പാളി നോക്കി നമ്മൾ ഇങ്ങനെ സാധനയും കാര്യമൊക്കെ ചെയ്യാണെന്ന് കാണുമ്പോൾ അയാളുടെ മക്കളെയും ഭാര്യയൊക്കെ വിളിച്ചിട്ട് പറയുന്നത് 2 ഇഡ്ഡലി കൂടുതൽ കിട്ടാനുള്ള പണിയാണ്, കൊടുത്തേക്കണം കേട്ടോ. അയാളുടെ പണി തീർന്നു, അയാളെ നമ്മൾ പറ്റിച്ചില്ല. പക്ഷെ നമ്മൾ നമ്മളെ പറ്റിക്കുന്നു. ഇത് ശരിയാണെന്ന് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. നമുക്കിത് തെറ്റാണെന്ന് ഉറപ്പും ശരിയാണെന്ന് മറ്റവനെ കാണിക്കാനുള്ള ചെയ്തിയും ഉള്ളപ്പോൾ 2 ഭാവങ്ങളുള്ളത് നമുക്ക് മാത്രമാ. നമ്മൾ നമ്മളെ മാത്രമേ പറ്റിക്കുന്നുള്ളൂ. അപ്പൊ ഇതുവരെ വിചാരിച്ച് മറ്റുള്ളവനെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞു. അവന് പറ്റുകയില്ല. അവനാകെപ്പാടെ ഇത് വളരെ രസകരമായിട്ട് എടുക്കുകയുള്ളൂ. അത് പിടിയിട്ടില്ല. നമ്മൾ ഈ പറയുന്നതൊക്കെ അവനെ സംബന്ധിച്ച് അവന് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇഷ്ടമില്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. സ്വാതന്ത്ര്യം അവന്റെ കയ്യിലാണ്, നമ്മുടെ കയ്യിലല്ല. അതിപ്പോഴാ അറിയുന്നത്.
ഇത് കാരണം ചെയ്തൊരു തമാശയായിട്ട് എടുത്താ കൊള്ളാം. ഞങ്ങളുടെ അവിടെ ഒരു സ്വാമി വന്നിരുന്നു, 1.5 മണിക്കൂർ ധ്യാനിക്കും, ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിലുമായിട്ട് പറയാം. അയാൾ സ്വതന്ത്രനായി കാര്യത്തിൽ. അപ്പൊ നമ്മൾ ഈ ആളുകളെയൊക്കെ വിശ്വസിപ്പിക്കുമെന്നും അവരൊക്കെ വിശ്വസിക്കുമെന്നും അവർക്ക് പറ്റിയെന്നും ഒക്കെ പറഞ്ഞായിരിക്കുന്നത്. ആകെ പച്ച നമുക്കേ പറ്റിയിട്ടുള്ളൂ.